ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ ചെറിയ കഷ്ണാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് പെരിഞ്ചീരകം കൂടി ഇടണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പിന്നെ മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടികളൊക്കെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ചിക്കൻ വറുത്തെടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചിക്കൻ ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് റെഡ് ചില്ലി സോസും ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് വലിയുള്ളി കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സോയാ സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പാനിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ അത് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അങ്ങനെ അടുക്കളയിലെ എൻ്റെ ഇന്നത്തെ യുദ്ധം അവസാനിച്ചു. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈയും കൂട്ടി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചെമ്മീൻ ചമ്മന്തിയുണ്ട്, ഒരു ക്യാരറ്റ് ഉപ്പേരിയുണ്ട്, നമ്മുടെ ചിക്കൻ ഫ്രൈ, പിന്നെ ഇന്നലത്തെ മീൻ തലക്കറി കേട്ടോ. തലയില്ല, ചാറ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.